ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹറും സരയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മാവനാണെങ്കിൽ എന്നെയായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല, പക്ഷെ അച്ഛനായിട്ട് നല്ല അടുപ്പത്തില്ല. അതുകൊണ്ട് അമ്മാവൻ അങ്ങനെ അതൊക്കെ എടുത്തരാം, വിസ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണേ. അതുകൊണ്ട് അമ്മാവനെ കാണാനായിട്ട് പോവുക. എൻ്റെ ഈശ്വര, എന്നെ ഇവളോട് ഞാനൊരു അമ്മാവനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്തോ എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. എന്നാൽ പോവാം എന്നും സരയും പോകാം മോളൂ. അങ്ങനെ ഒരു കാറിൽ കയറി. ഏത് ഹോട്ടലിലേക്കാണ് മനുവേട്ട പോകണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എടോ, ഇവിടെ നിന്ന് വലത്തേക്ക് പോ, അല്ല ഇടത്തേക്ക് പോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ആകെ കുഴപ്പത്തിലായി. ഈ സമയം സരയും മനോഹറിനെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യാനാ, മനോഹറിന് കൊടുക്കാൻ പോകുന്നത് 16ന്റെ പണിയല്ലേ. പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയും വിക്രത്തെയും രാഹുലിനെയുമാണ്. എടാ ഗംഗെ, നീ എന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവൻ പുറത്തിറങ്ങും. വിക്രമ, നീ പുറത്തിറങ്ങിയ നിന്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ടേ നീ ഇങ്ങോട്ട് തിരിച്ചു വരാവൂ. അത് പിന്നെ ഞാൻ പ്രത്യേകം പറയണോ അങ്കിളെ? അത് പിന്നെ അങ്കിൾ പ്രത്യേകം പറയണോ? ഞാനത് ചെയ്തിരിക്കും, ഉറപ്പായിട്ടും ചെയ്തിരിക്കും. എനിക്ക് അത്രയ്ക്ക് കലിയുണ്ട് ആ കല്യാണിയോടും കിരണിനോടും. എൻ്റെ മനസ്സേ ആകെ ഒന്ന് ആടിത്തിമർത്ത് നിൽക്കുക. ഞാനാകെ വെറി പിടിച്ച് നടക്കുക അങ്കിളെ. എൻ്റെ കയ്യിൽ ആ 2 കിട്ടിയാൽ കൊല വിളിക്കും ഞാൻ എന്നും പറയണം. അത് കേട്ടതും അതേടാ, അത് തന്നെ ചെയ്യണം. എന്തായാലും ഞാൻ വലിയ സന്തോഷത്തില്ല. എനിക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പൊന്നും ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഞാനും ഇവിടെ നിന്ന് പരോളിന് ഇറങ്ങുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും തീർക്കും ആ ചന്ദ്രസേനനെയും രൂപയെയും. പിന്നെ നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടും. ഞാൻ ചാടും, എന്നിട്ട് കാർത്തികേയൻ ലക്ഷ്മിയെയും ഞാനും തീർക്കും എന്നും ഗംഗാപ്രസാദും 3 പേർക്കും തീർക്കാനായിട്ട് ഓരോരോ ആൾക്കാരുണ്ട്. ഈ സമയം എല്ലാവരും ഇങ്ങനെ കൂടാലോ നടത്തിക്കൊണ്ടാ. നീ വിചാരിച്ചതുപോലെയല്ല കിരണിനെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയാലോ. എൻ്റെ അങ്കിളെ, ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇതുവരെ നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്കിളും ഇത്തരം വർത്താനങ്ങൾ ഇവിടെ പറയണ്ട. എന്തൊക്കെയായാലും ഞങ്ങൾ സന്തോഷത്തില്ല. ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അവരുടെ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിനി ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം തന്നെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് എന്തായാലും ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും അവരെ തീർക്കുക തന്നെ ചെയ്യുമെങ്കിലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം ജയിൽ വാർഡന് വരിക. എടാ, നിനക്കൊക്കെ വേറെ പണിയില്ലേടാ? നിനക്ക് നല്ല തടിയും പൊക്കമൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് നീ എന്താടാ ഇങ്ങനെ നടക്കുന്നേ? ആ തൂമ്പ എടുത്തൊന്ന് കളച്ചാൽ എന്താടാ? ആവശ്യത്തിന് പണി ചെയ്യുന്നുണ്ട് സാറേ, എന്നിട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നും ഗംഗാപ്രസാദ്. അതിന് നിന്നോട് ആരും ഒന്നും ചെയ്യാൻ പറഞ്ഞില്ലല്ലോടാ, പിന്നെ നീ എന്തിനാ ചെയ്യുന്നേ? എടാ, നിനക്ക് ഞാനൊരു പരിഗണന തന്നു എന്ന് കരുതി ഇവർക്കും കൂടെ അത് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ജോലി പോവും. അത്യാവശ്യത്തിന് പണിയൊക്കെ ചെയ്, ഇല്ലെങ്കിലേ എൻ്റെ കാര്യം പോക്കാം. ശരി, എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാങ്കളെ, വാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം രാഹുലിനെയും കൂട്ടി അങ്ങ് പോവുക. ഈ സമയം എടാ ഗംഗെ, നീ അത്യാവശ്യം ഉള്ള ജയിൽ മുഴുവനും ചാടിയിട്ടുണ്ട്. ചെന്നൈ സെൻട്രൽ ജയിൽ വരെ ചാടിയവനാ നീ. അതുകൊണ്ട് ഈ മതിൽ നിനക്ക് അത്ര വലുതൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് നിന്റെ പിന്നാലെ നടക്കാൻ പറ്റില്ല. നീ ഓരോ മതിലും ഒട്ടിപ്പറ്റി നിൽക്കുമ്പോൾ എനിക്ക് പേടിയാവുകടാ. പേടിക്കട്ടെ സാറേ, എന്നെ വിശ്വസിക്കുന്നവർക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ഞാൻ ചതി ചെയ്യില്ല. സാർ എൻ്റെ കൂടെ നിൽക്കുമല്ലേ, അതുകൊണ്ട് സാറിൻ്റെ ജോലി പോകാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല സാറേ, സത്യമായിട്ടും ചെയ്യില്ല. അങ്ങനെ വന്നാൽ നിനക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദ് ആലോചിക്കുകയാണ്. ഇവിടെ നിന്നെങ്ങാനും പുറത്തിറങ്ങിയ എടീ കാർത്തികേ, നിന്നെ ഞാൻ തീർത്തിരിക്കോടി എന്നും പറഞ്ഞുകൊണ്ട് ഗംഗ നിൽക്കുന്നത്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുനെയും മനോഹറിനെയാണ്. അവർ അവിടെ എത്തി ഹോട്ടലിൻ്റെ അടുത്ത്. ഇവളോടൊന്ന് വെറുതെ ചോദിച്ചാലോ, മോളിവിടെ ഇറങ്ങുന്നുണ്ടോ എന്നും. അത് കേട്ടതും സരയു കാറിൽ നിന്നും ചാടി ഇറങ്ങി. ഈശ്വര, ചോദിച്ചത് വെറുതെ ആയോ? ഇവള് ചാടി ഇറങ്ങുവാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മനുവേട്ടൻ്റെ അകത്തേക്ക് പോയിട്ട് അമ്മാവനെ കണ്ടുവരാൻ നേരമാവോ? നേരമൊക്കെ ആവും. അയ്യോ, അപ്പോൾ പിന്നെ ഞാൻ അവിടെ വന്ന് അത്രയും നേരം ഇരുന്ന ബോറടിക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ മോളൂനെ കൊണ്ടുപോകാത്തത്. മോളൂന് വെറുതെ ബോറടിക്കും. പിന്നെ മോളൂനെ ബോറടിക്കുന്നതിനേക്കാളും നല്ലത് മോള് വീട്ടിലേക്ക് പോകുന്നല്ലേ. അത് ശരിയാ മനുവേട്ട, അതുകൊണ്ട് എന്തായാലും ഞാൻ വരുന്നില്ല, മനുവേട്ടൻ പോയിട്ട് വാ. അത് കേട്ടതും നമ്മുടെ മനോഹർ രക്ഷപ്പെട്ടു, ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത് എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. മനുവേട്ട, എന്തായാലും മനുവേട്ടൻ പോയിട്ട് വീട്ടിലേക്ക് വരണേ. പിന്നെ ഞാൻ വരാതിരിക്കുമോ? എൻ്റെ മോളൂനെ കാണാതെ എനിക്ക് ഉറക്കം വരുമോ?
അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ സരയും ഇങ്ങനെ നോക്കുക. ശരി ശരി, എന്നാൽ പിന്നെ മനുവേട്ടൻ പോയിട്ട് പെട്ടെന്ന് മോളിന് എവിടെയെങ്കിലും പോകാനുണ്ടോ? പിന്നെ ഉണ്ട് മനുവേട്ടാ, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഉണ്ടോ? ഉണ്ട്, നിന്റെ ചരിത്രം മുഴുവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുണ്ട് എനിക്ക് എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. ഈ സമയം എന്നാൽ പോയിട്ട് വാ മോളൂ. ശരി മനുവേട്ടാ, ഞാൻ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. അങ്ങനെ സരയു ആ വടിയും കൊണ്ട് പോയിട്ട് തിരിച്ചു വരിക. അതെ, കേസ് കൊടുത്തോ? ആര് കേസ് കൊടുത്തോന്ന്? അപ്പുറത്തുണ്ടല്ലോ അവളും അവനും, അവർ കേസ് കൊടുത്തോന്ന്. എന്തിന്? എൻ്റെ അമ്മയെന്ന് പറയുന്നൊരുത്തി അവളുടെ കൂടെയാണല്ലോ ഉള്ളത്. അവളെ വെച്ച് എനിക്കെതിരെ എന്തെങ്കിലും കേസ് കൊടുത്തോന്നാ ചോദിച്ചത്. അവരെന്തിനാ മോളെ കേസ് കൊടുക്കുന്നേ? അതിൻ്റെ ആവശ്യം അവർക്കുണ്ടോ? ഉണ്ടല്ലോ. എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് എന്നെ കരയിപ്പിക്കണം, എന്നിട്ട് സന്തോഷത്തോടെ അവർക്ക് ജീവിക്കണം. അതിനു വേണ്ടിയാണല്ലോ അവരതൊക്കെ ചെയ്യുന്നത്. എൻ്റെ മോളെ അങ്ങനെയൊന്നും അവർ ചെയ്യില്ല. ഞാൻ ഇത്രയും നാൾ അമ്മയെന്ന് വിളിച്ചവർ എൻ്റെ അമ്മയല്ലാതെയായി. ഇനിയിപ്പോൾ എനിക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? ആകെ മൊത്തത്തിൽ എനിക്ക് എൻ്റെ മനുവേട്ടൻ മാത്രമേ ഉള്ളൂ. എൻ്റെ മനുവേട്ടൻ മാത്രം. നിങ്ങളൊക്കെ വെറുതെ പൊയ്ക്കോ, എൻ്റെ കൺമുൻപിൽ നിന്ന് പൊയ്ക്കോ. നിങ്ങളെ അമ്മയെന്ന് വിളിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളെൻ്റെ അമ്മയല്ലാതിരുന്നിട്ടും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും എനിക്ക് നിങ്ങളെ വിട്ട് പോകണമെന്നുണ്ട്. പക്ഷെ ആകെ മൊത്തത്തിൽ ഞാൻ തകർന്ന് നിൽക്കുക. പക്ഷെ ഞാൻ നിന്നെ ഇതുവരെ അന്യായിട്ട് കണ്ടിട്ടില്ല മോളെ. നീ എൻ്റെ പൊന്ന്. നിങ്ങളെ എൻ്റെ ആരുമല്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ സ്നേഹിക്കണ്ട. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, നിൻ്റെ അമ്മയെന്ന് പറയുന്നവളെ നീ ചെന്ന് സ്നേഹിക്ക്. ഇല്ല, കോടതി എങ്ങാനും വിധി എനിക്ക് എതിരെയാക്കുകയാണെങ്കിൽ, അതായത് എൻ്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയെ ഞാൻ സ്നേഹിക്കണമെന്ന് അയാൾ വിധി എഴുതുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അമ്മയെന്ന് പറയുന്നവരുടെ തലക്കടിച്ച് ഞാൻ കൊല്ലും. അവളെ തല്ലാൻ, ആ താരയെ തല്ലാൻ ഈ വടി ധാരാളം മതിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സരയുൻ്റെ രൂപവും പെരുമാറ്റവും ഒക്കെ ആകെ അങ്ങ് മാറുക. എന്നാൽ പിന്നെ എല്ലാത്തിനെയും തലക്കടിച്ച് കൊല്ലുമോളെ. എന്നിട്ട് ഞാൻ അയാളുടെ കൂടെ പോയി കിടക്കണമെന്നാണോ ജയിലിൽ? രാഹുലിൻ്റെ കൂടെ, എൻ്റെ അച്ഛൻ്റെ കൂടെ? അയാളുടെ കൂടെ ഞാൻ ജയിലിൽ പോയി കിടന്നാ ഇവിടെയുള്ള കാര്യങ്ങൾ ആര് നോക്കും? എൻ്റെ മനുവേട്ടന് ഒറ്റയ്ക്കാവില്ലേ? ഇല്ല, അങ്ങനെ ഞാൻ പോയില്ല. തീർക്കണം, കുറേ എണ്ണത്തിന് തീർക്കണം, എന്നിട്ടേ പോകൂ എന്നും പറഞ്ഞുകൊണ്ട് വെറി പിടിച്ച സിംഹത്തെ പോലെ നമ്മുടെ സരയു മുകളിലേക്ക് കയറി പോവുകയാണ്. കയ്യിൽ ഇരുമ്പ് വടിയും കൊണ്ട് സരയു പോകുന്നത് കണ്ട് ശാരിയുടെ നെഞ്ച് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. പേടിച്ചിട്ടാണ് കേട്ടോ. ഈ സമയം പിന്നീട് കാണിക്കുന്ന ജയിലിലാണ്. ജയിലിലോട്ട് ശാരി ചെല്ലുകയാണ്. അപ്പോൾ ശാരി രാഹുലിനെ കാണാനാണ് ചെന്നിരിക്കുന്നത്. ഈ സമയം രാഹുൽ അങ്ങോട്ട് വരിക. അപ്പോൾ ശാരിയോട് രാഹുൽ ചോദിക്കുക, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? പരമസുഖമല്ലേ? നിങ്ങൾ ചെയ്തു വെച്ചൊരു വലിയ കാര്യം കൊണ്ട് ഞാനിപ്പോൾ സുഖിച്ചും സന്തോഷിച്ചും ജീവിക്കുമല്ലേ? എന്നാലും കഷ്ടമുണ്ട്. എൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഓരോ ദിവസവും പേടിച്ചാണ് ഞാൻ ആ വീട്ടിൽ ജീവിക്കുന്നത്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ജയിലിൽ നിങ്ങൾക്ക് സുഖിച്ച് കിടക്കാം. 3 നേരവും ഭക്ഷണം എല്ലാം കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ മോളെ സമനില തെറ്റി നടക്കുക. ആ താരയെന്ന് പറയുന്നവൾ അവളുടെ അമ്മയാണെന്ന് അറിഞ്ഞതോടുകൂടെയാ അവളുടെ പാതി ഇത് സമനിലയും തെറ്റിയത്. ഇനിയിപ്പോൾ കയ്യിലൊരു ഇരുമ്പ് വടിയുമായിട്ട് താരയെ കൊല്ലും, കല്യാണിയെ കൊല്ലും, കിരണിനെ കൊല്ലും എന്നും പറഞ്ഞ് നടക്കുക. എല്ലാം കൊണ്ടും പേടിച്ച് വിറച്ച ഞാൻ അവളുടെ അടുത്ത് ജീവിക്കുന്നത്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അതെന്താ അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കറിയില്ല. ഇപ്പോഴും അവൾക്ക് ഒരേ ഒരാളെ മാത്രമേ വിശ്വാസമുള്ളൂ, അവനെ, ആ മനോഹരനെ. ഇനി അവനെക്കുറിച്ച് എങ്ങാനും അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവൻ്റെ കുറ്റങ്ങളെല്ലാം മറച്ചു വെച്ചാൽ നിങ്ങൾ അവളാദ്യം ഇവിടെ വന്ന് തീർക്കും, അതിനുശേഷം അവൾ എന്നെ തീർക്കും. അതിന് കഴിഞ്ഞിട്ട് അവൾ ജയിലിൽ പോയില്ലെങ്കിൽ അവൾ സ്വയം ചാകും. അത് ഉറപ്പാ. ഇപ്പോഴും മനുവേട്ടൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവന. വല്ലാത്തൊരു കഷ്ടമാണ് അവളുടെ കാര്യം. പാവം, അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓരോ നിമിഷവും എൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയാണ്. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അല്ലെങ്കിൽ തന്നെ എല്ലാം കൊണ്ട് അവൾ തകർന്നില്ലേ? അവൾക്ക് ഒന്നുമില്ലാതായില്ലേ? ഇത്രയും വർഷം അമ്മയെന്ന് വിളിച്ച ഞാൻ അമ്മയല്ലാതായി. അവൾ ഒരിക്കലും സ്നേഹിക്കാതിരുന്ന എല്ലാം കൊണ്ടും വെറുത്തിരുന്ന ഒരു ഭിക്ഷക്കാരിയുടെ ഇതുള്ള അവളുടെ അമ്മയായി. അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ മോളുടെ സമനില തെറ്റിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റൊരുത്തനാ. ഇത് വേണ്ടായിരുന്നു എൻ്റെ മോളോട് എന്നും പറഞ്ഞുകൊണ്ട് ശാരി ഭയങ്കരമായിട്ട് പേടിച്ച് കരയുക. എൻ്റെ ശാരി, നീ കരയല്ലേ? എന്തായാലും നമ്മുടെ മോള് മനോഹരനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, പേടിക്കേണ്ട, നമുക്ക് നോക്കാം കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാന്ന്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്കൊന്നേ പറയാനുള്ളൂ. നമ്മുടെ മോക്ക് ഒന്നും സംഭവിക്കില്ല, ഒരാപത്ത് സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ
രാഹുൽ. ഈ സമയം ശാരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുക. എന്തായാലും എനിക്ക് നല്ല പേടിയുണ്ട്. ഓരോ ദിവസവും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറുകളും മിനിറ്റും ഒക്കെ കടന്നു പോകുന്നത് പേടിയോടുകൂടെയാണ്. അവളുടെ അടുത്തിരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് പേടിയാണ്. അവൾക്ക് സമനില തെറ്റിയെന്നുള്ള കാര്യം ഉറപ്പാ. അതുപോലെ അവളുടെ സംസാരവും പെരുമാറ്റവും എല്ലാം. എന്ത് ചെയ്യണമെന്നറിയില്ല. ജയിലിൽ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരാപത്ത് സംഭവിക്കില്ല. പക്ഷേ ശ്വാസം മുട്ടി ജീവിക്കുന്ന എൻ്റെ കഥ എന്താവുമെന്ന് അറിയില്ല. ചിലപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന നിങ്ങൾ കേൾക്കുന്ന വാർത്ത ഞാൻ മരിച്ചു എന്നായിരിക്കും എന്നും പറഞ്ഞ് ശാരി അത് കേട്ടത് രാഹുൽ ഞെട്ടുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സരയു കാറ് കയറിപ്പോയി. ഹാവു, സമാധാനായി. ഇനിയിപ്പോൾ എൻ്റെ മറിയെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ നേരെ മറിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ മറിയ നല്ല സാരിയെ കൊടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുക. മേ കമ്മിങ്? ആ കമ്മിങ് ഡാ എന്നും പറഞ്ഞുകൊണ്ട്, യെസ് ഡാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മറിയ അത് കേട്ടത് മനോഹർ അകത്തേക്ക് വന്നു. എടാ, നീ മേടിച്ചെന്ന സാരിയാ, എങ്ങനെയുണ്ട്? കൊള്ളാമോ? അടിപൊളിയായിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നീ ഈ സാരി ഉടുത്തപ്പോൾ തനി നാടൻ പെണ്ണിൻ്റെ ലുക്കുണ്ട്. നീ അമേരിക്ക പെണ്ണെന്ന് പറയേയില്ല. അതിന് ഞാൻ അമേരിക്കക്കാരിയല്ലല്ലോ, ഞാൻ ഈ നാട്ടുകാരിയല്ലേ. അത് പിന്നെന്താ? ആണ്. എന്നാലും കുറേ നാൾ അമേരിക്കയിലൊക്കെ ആയിരുന്നല്ലോ. അപ്പം പിന്നെ അമേരിക്കയുടെ ഒരു ടേസ്റ്റൊക്കെ നിൻ്റെ ഇതിലുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് മാറി തനി നാടൻ ശൈലിയായി. എന്നാ വാ നമുക്ക് കണ്ണാടി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോയി കണ്ണാടിയിൽ നിന്ന് നോക്കാം. അസലായിട്ടുണ്ട് അല്ലേടാ, ഈ ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. എടാ, നീയും ഞാനും നല്ല മാച്ചല്ലേ? അതേലോ, നമ്മൾ തമ്മിൽ നല്ല മാച്ചാ. അത് നീ മാത്രമല്ലടി, എന്നെ കല്യാണം കഴിച്ച എല്ലാ പെൺകുട്ടികളും അങ്ങനെയാ. ഞാനുമായിട്ട് നല്ല മാച്ചാ. അവസാനം ഞാൻ മാച്ചല്ല ആകുന്നത് സത്യങ്ങളൊക്കെ എൻ്റെ ഭാര്യമാരറിയുമ്പോഴാണ് എന്നും പറയാം. എന്തായാലും എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടണമെന്ന്. ആ ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു ജീവിത പങ്കാളിയെ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. നിന്നെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണോടാ. എന്തായാലും നീ ഹോട്ടലിൽ വെച്ച് തന്നെ കടയിൽ വെച്ച് തന്നെ ഒറ്റയ്ക്ക് അവോയ്ഡ് ചെയ്ത് എനിക്ക് സങ്കടമായി. എൻ്റെ മോളും ഇതുപോലെ നമ്മുടെ കല്യാണം കഴിയുന്നത് വരെ നമ്മൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. അതൊക്കെ എന്താണെന്ന് മോളുവിന് അറിയാമല്ലോ. ആണ്, പക്ഷെ എന്നാലും എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറയാം. സാരമില്ലെന്നേ, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അമേരിക്കയിൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ മറിയെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിതാക്കുക. ഈ സമയം മറിയം ഭയങ്കര സന്തോഷത്തോടെ മനോഹറിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടക്കുക. ഇതുപോലെ എത്ര ഭാര്യമാരാ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് എന്നെ വിശ്വാസത്തോടെ ചേർത്ത് പിടിക്കുന്നത്. ഞാനും അവരെ അങ്ങനെ തന്നെയാണ്. അവസാനം എൻ്റെ കാര്യം കഴിഞ്ഞുള്ള പൈസ മുഴുവനും തട്ടിയെടുത്ത് കഴിയുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ഞാനൊരു മുങ്ങും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ്. സരയു ഒരു ഇരുമ്പ് കടയിൽ വന്നിരിക്കുക. ചേട്ടാ, നല്ല ഇരുമ്പ് പൈപ്പ് ഉണ്ടോ ചേട്ടാ? ഉണ്ട്. എത്ര സൈസാണ് വേണ്ടത്? ഇവിടെ ഉണ്ടെങ്കിൽ കാണിച്ചതാ, കണ്ടാൽ അറിയാൻ പറ്റും. ആണോ? അല്ല, എന്തിനുപയോഗിക്കാനാ? ചേട്ടനൊന്ന് കാണിച്ചാൽ മതി, ഞാൻ പറയാം. അത് കേട്ടതും അയാൾ ദേ കിടക്കുന്ന അപ്പം സരയു അതെടുത്തു. അവൻ്റെ തലയ്ക്കടിക്കാൻ ഇത് മതി. പക്ഷെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. അതും കൂടെ അറിഞ്ഞിട്ട് അവൻ്റെ മൊത്ത പേരും കണ്ടുപിടിച്ചതിന് ശേഷമേ അവൻ്റെ തലക്കിട്ട് അടിക്കൂ എന്നും ആലോചിച്ചുകൊണ്ട് സരയു ആ പൈപ്പ് വടി ഇങ്ങനെ എടുത്ത് പിടിച്ച് നോക്കുക. ചേട്ടാ, ഇത് മതി. ഇതിനെത്രയാ? അതിന് പൈസയൊന്നും വേണ്ട, എടുത്തോ എന്നും പറയാ. അത് കേട്ടതും സരയുവിന് സന്തോഷമായി. അവനെ കൊല്ലാൻ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വന്നില്ല. എന്തായാലും ഒരു പട്ടിയെ എറിയാൻ കല്ല് ഫ്രീ ആയിട്ട് കിട്ടിയതുപോലെ അവനെ അടിക്കാൻ കമ്പിയും ഫ്രീ എന്നും ആലോചിച്ചുകൊണ്ട് സരയു അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം നമ്മുടെ സരയു പോകുന്ന വഴിയൊക്കെ ആലോചിക്കുക. അവനെ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തണം, ഒറ്റ അടിയിൽ അവൻ്റെ കഥ കഴിപ്പിക്കണം. എന്തായാലും എന്നെ ചതിച്ചതിന് അവനെ ഞാൻ വെറുതെ വിടില്ല. പേര് കേട്ടില്ലേ, മനോഹരമായ അവൻ്റെ ജീവിതം ഞാൻ മനോഹരമാക്കി കൊടുക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയു ദേഷ്യപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിയാണ്. ശാരി ഹോളിൽ ഇങ്ങനെ സോഫയിലിരിക്കുക. മോളെ കാണുന്നില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും സരയു വന്നു. സരയുവിനെ കണ്ടതും നമ്മുടെ ശാരി, മോളെ, ഞാൻ നിന്നെ നോക്കി ഭക്ഷണത്തിന് മുൻപിലിരുന്ന് ഉറങ്ങിപ്പോയി മോളെ. ഭക്ഷണം കഴിച്ചിട്ടാണോ ഉറങ്ങിയത്? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത്? നിന്നെ കാത്തിരിക്കുമായിരുന്നു, നീ വരാഞ്ഞതുകൊണ്ട് കഴിക്കാണ്ട് ഉറങ്ങിപ്പോയി. എന്താ, ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ പാടില്ലേ? എന്നെ കാത്തിരുന്നാലേ പട്ടിണി കിടക്കേണ്ടി വരും. എന്താ മോളെ ഇത്? നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലാതെ അമ്മ ഒറ്റയ്ക്ക് കഴിക്കാനുള്ള ഇതില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയണം. അത് കേട്ടതും, വേണ്ട, എന്നെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കണ്ട. ഈ വീട്ടിൽ എന്നെ സ്നേഹിക്കാൻ എൻ്റെ മനുവേട്ടനുണ്ട്, അത് മതി എനിക്ക്. നിങ്ങളെൻ്റെ അമ്മയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് നിങ്ങളെന്നെ സ്നേഹിക്കണ്ട, മനസ്സിലായല്ലോ മോളെ? നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ സ്നേഹിച്ചത് എൻ്റെ മോളായിട്ടാ.
അങ്ങനെയുള്ളപ്പോൾ ആ സ്നേഹം ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോവില്ല. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്കും കരയേണ്ടി വരും. ഒരു ദിവസം നിങ്ങളും കരയും. ദേ ഇത് കണ്ടോ, ഇതെന്താ മോളെ? ഇതൊരു ഇരുമ്പ് പൈപ്പാ. അയ്യോ ഇതെന്തിനാ? ഇതേ ഇപ്പൊ കള്ളന്മാരുടെ ശല്യം കൂടിയിരിക്കുമല്ലേ, കള്ളന്മാരെ തലക്കടിക്കാൻ. അതുകൊണ്ട് ഈ ഇരുമ്പ് പൈപ്പ് എൻ്റെ കയ്യിലുള്ള കാര്യം ഈ വീട്ടിൽ ആരും അറിയരുത്. ഒരു പൂച്ചക്കുഞ്ഞ് പോലും അറിയരുത്. എൻ്റെ മനുവേട്ടൻ പോലും അറിയരുത്. മനസ്സിലായോ? മനസ്സിലായി മോളെ. മോളെ ഈ ഇരുമ്പൊടിയും കൊണ്ട് നടക്കുന്ന എന്തിനാന്ന് നമുക്ക് പേടിയാവുക. നിങ്ങൾ പേടിക്കണ്ട, കള്ളന്മാരെ ഞാൻ അടിക്കൂ, കള്ളന്മാരെ മാത്രം. എൻ്റെ മനുവേട്ടനെ എൻ്റെ കയ്യിൽ വടിയുണ്ടെന്ന് പറഞ്ഞാൽ പേടിയാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കും. മനസ്സിലായല്ലോ?